ഒരു കാര്യം കൂടി പഠിച്ചോ, അദൃശ്യമായ രൂപത്തിൽ, അതെ അദൃശ്യമായ കഴിവ്, അഭൗതികമായ കഴിവ് അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അഭൗതികമായ കഴിവ് അത് ഒരു സൃഷ്ടിക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. അത് മലക്കിനുമില്ല, ജിന്നിനുമില്ല, ഒരൊറ്റ സൃഷ്ടിക്കുമില്ല. അഭൗതികമായ കഴിവ് അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ മറഞ്ഞ വഴി എന്ന് കേട്ടപ്പോ നിങ്ങൾ വിചാരിച്ച് കണ്ണിൽ കാണാത്താണ്. ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. അതെ, അങ്ങനെയാണ് അതിന്റെ അർത്ഥമെങ്കിൽ മൂക്ക് കീപ്പോട്ടുള്ളവൻ പറയാവാത്താനം. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയാണെങ്കിൽ കണ്ണ് പൊട്ടൻ ഒരിക്കലും മുവഹിദായി ജീവിക്കാൻ പറ്റൂല എന്ന് വരില്ലേ? ഒരൊറ്റ കണ്ണ് പൊട്ടനും മുവഹിദല്ല, അവനൊക്കെ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ? എന്താ കാര്യം? ഓൻ കണ്ണി കാണാത്തല്ലേ ചോദിക്കണത്? ആ വെള്ളം കണ്ടെടുക്കിന്ന് പറഞ്ഞാൽ ഓന് കണ്ണി കാണുമോ? കാണൂല. ഓൻ കാണാത്തല്ലേ ചോദിക്കുന്നത്, അപ്പൊ മുശ്രിക്കായോ? വിവരമില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടോ. ആ കണ്ണിൽ കാണാത്തത്, മറഞ്ഞ മാർഗം, അദൃശ്യ മാർഗം, അഭൗതിക മാർഗം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗം എന്നൊക്കെ പറയുന്നത് ഒരേ ആശയം തന്നെയാണ്. അത് നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ്. അതാ ഞാൻ ഈ വായിച്ച ഉദ്ധരണികളിലൊക്കെ അങ്ങനെയുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തി. ഇല്ല, അഭൗതികമായ മാർഗത്തിൽ അല്ലാഹുവല്ലാതെ സഹായിക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് ഇപ്പോഴും ഞങ്ങൾക്ക്. ഒരു ജിന്നിനെയും ഞങ്ങൾ വിളിക്കുന്നില്ല, ഒരു മലക്കിനെയും ഞങ്ങൾ വിളിക്കുന്നില്ല. അത് വിജനപ്രദേശത്താണെങ്കിലും ടൗണിലാണെങ്കിലും കുറ്റിക്കാട്ടിലാണെങ്കിലും പുഴക്കരയിലാണെങ്കിലും കുളിക്കരയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നു, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ് എന്നല്ലാതെ ജിന്നെ രക്ഷിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് ഞങ്ങൾ പറയുന്നേയില്ല, എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെന്താ നിങ്ങൾ പറയാ? ഞങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, റിഫായി ശൈഖിനെ വിളിക്കുമ്പോ നിങ്ങളത് ശിർക്കാണെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു. ഇല്ല, നുണയാണത്, പച്ച നുണയാണത്. മുജാഹിദുകൾ ഒരു കുട്ടി പോലും അത് പറയുന്നില്ല, ഒരു കുട്ടി പോലും അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടത്തിലെ ചില ആളുകൾ അത് പറഞ്ഞപ്പോ ഈ മുജാഹിദ് കേരളം ഒന്നാകെ അതിന് മറുപടി കൊടുത്തത്, ഒന്നാകെ മറുപടി കൊടുത്തു. കൃത്യമായും ആദർശത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അതിന്റെ പിന്നിൽ അടിയുറച്ചു നിന്നു. മൗലവി ഇവരൊന്നും പഠിപ്പിച്ച മുജാഹിദല്ല ഇപ്പോഴുള്ളത്, അതൊക്കെ പോയി. പണ്ട് മുജാഹിദ് എന്താ പറഞ്ഞതറിയോ? ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, കുതുബിയത്ത് ചൊല്ലാൻ പാടില്ല. കാരണം മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കൂ. അതേ മുസ്ലിയാരെ, ഇന്നും ഞങ്ങൾ അത് തന്നെയാ പറയുന്നത്. മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അല്ലാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും സാധ്യമല്ല. ആ മറഞ്ഞ വഴി എന്ന് കേട്ടപ്പോ നിങ്ങൾ വിചാരിച്ച് കണ്ണിൽ കാണാത്താണ്. ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. അതെ, അങ്ങനെയാണ് അതിന്റെ അർത്ഥമെങ്കിൽ മൂക്ക് കീപ്പോട്ടുള്ളവൻ പറയാവാത്താനം. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയാണെങ്കിൽ കണ്ണ് പൊട്ടൻ ഒരിക്കലും മുവഹിദായി ജീവിക്കാൻ പറ്റൂല എന്ന് വരില്ലേ? ഒരൊറ്റ കണ്ണ് പൊട്ടനും മുവഹിദല്ല, അവനൊക്കെ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ? എന്താ കാര്യം? ഓൻ കണ്ണി കാണാത്തല്ലേ ചോദിക്കണത്? ആ വെള്ളം കണ്ടെടുക്കിന്ന് പറഞ്ഞാൽ ഓന് കണ്ണി കാണുമോ? കാണൂല. ഓൻ കാണാത്തല്ലേ ചോദിക്കുന്നത്, അപ്പൊ മുശ്രിക്കായോ? വിവരമില്ലാത്ത വർത്തമാനം പറയരുത് കേട്ടോ. ആ കണ്ണിൽ കാണാത്തത്, മറഞ്ഞ മാർഗം, അദൃശ്യ മാർഗം, അഭൗതിക മാർഗം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗം എന്നൊക്കെ പറയുന്നത് ഒരേ ആശയം തന്നെയാണ്. അത് നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണ്. അതാ ഞാൻ ഈ വായിച്ച ഉദ്ധരണികളിലൊക്കെ അങ്ങനെയുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തി. ഇല്ല, അഭൗതികമായ മാർഗത്തിൽ അല്ലാഹുവല്ലാതെ സഹായിക്കാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് ഇപ്പോഴും ഞങ്ങൾക്ക്. ഒരു ജിന്നിനെയും ഞങ്ങൾ വിളിക്കുന്നില്ല, ഒരു മലക്കിനെയും ഞങ്ങൾ വിളിക്കുന്നില്ല. അത് വിജനപ്രദേശത്താണെങ്കിലും ടൗണിലാണെങ്കിലും കുറ്റിക്കാട്ടിലാണെങ്കിലും പുഴക്കരയിലാണെങ്കിലും കുളിക്കരയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ ഇപ്പോഴും വിളിക്കുന്നു, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ് എന്നല്ലാതെ ജിന്നെ രക്ഷിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് ഞങ്ങൾ പറയുന്നേയില്ല, എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെന്താ നിങ്ങൾ പറയാ? ഞങ്ങൾ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, റിഫായി ശൈഖിനെ വിളിക്കുമ്പോ നിങ്ങളത് ശിർക്കാണെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു.
ഇല്ല, നുണയാണത്, പച്ച നുണയാണത്. മുജാഹിദുകൾ ഒരു കുട്ടി പോലും അത് പറയുന്നില്ല, ഒരു കുട്ടി പോലും അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടത്തിലെ ചില ആളുകൾ അത് പറഞ്ഞപ്പോ ഈ മുജാഹിദ് കേരളം ഒന്നാകെ അതിന് മറുപടി കൊടുത്തത്, ഒന്നാകെ മറുപടി കൊടുത്തു. കൃത്യമായും ആദർശത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും അതിന്റെ പിന്നിൽ അടിയുറച്ചു നിന്നു. ഇല്ല ഇല്ല, ഞങ്ങളിൽ ഒരു കുട്ടി പോലും അത് പറയുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാദമില്ല. ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്നത്തെ അവസ്ഥ എന്താ? ഇവര് പറയാണ്, ഞങ്ങൾ ഇത്രയും കാലം മുശ്രിക്കാക്കി നടന്നതിന് ഈ മുജാഹിദ് ബാലുശ്ശേരിയും സക്കരിയ സൊലായിയും ഒക്കെയുള്ള ആളുകൾ ഞങ്ങളെ മുശ്രിക്കാക്കി നടന്നതിന് പടച്ചോൻ കൊടുത്ത ശിക്ഷയാണ്, തിരിച്ചവരെ മുശ്രിക്കാക്കി എന്ന്. അതിന് ഇപ്പൊ അവര് കരയാണ് എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പിടാ. ഞങ്ങൾ പറയണത് എന്തിനാണെന്നറിയോ? ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ശിർക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം പ്രമാണബദ്ധമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകളെ മുശ്രിക്കാക്കിയത് പ്രമാണമില്ലാതെയാണ്, പ്രമാണത്തിന്റെ പിൻബലമില്ലാതെയാണ്, ഇല്ലാത്ത വാദമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ്. അതുകൊണ്ട് നിങ്ങളെ തൗഹീദ് ശരിയാവുമെന്ന് വിചാരിക്കൊന്നും വേണ്ട. നിങ്ങളത് പൊളിഞ്ഞു തന്നെയാണ്, സംശയമില്ല. നിങ്ങളത് ചഞ്ചലമാണ്, അത് പരാജയപ്പെടുന്നതാണ്, അതിൽ തർക്കമില്ല. അപ്പൊ മുജാഹിദുകളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ വാദം, യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കല്, അതെ, അത് ശിർക്കൻ വിളിയാണെന്ന വിശ്വാസത്തിൽ ഞങ്ങൾക്ക് മാറ്റമില്ല. മമ്പറം തങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ആ വിളി ശിർക്കാണെന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഓ മലക്കെ രക്ഷിക്കണേ എന്ന വിളി ശിർക്കാണെന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതുപോലെ തന്നെ മീകായിൽ അലൈഹിസ്സലാമേ മഴ തരണേ എന്ന് വിളിച്ചു സഹായം തേടൽ ശിർക്കാണെന്നതിൽ സംശയമില്ല. അതിനാണ് നിങ്ങൾ തൗഹീദ് ആദ്യം പഠിക്കും മക്കളെ. നിങ്ങൾ ആദ്യം മുതലൊന്ന് പഠിക്കീൻ. മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് കുത്തിയിരുന്നൊന്ന് പഠിക്കും. നിങ്ങള് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് വാലും പൊക്കി ചാടണ്ട. ആ വാലങ്ങി ഞങ്ങൾ മുറിച്ചു കളയും കേട്ടോ. ഞങ്ങൾക്ക് ഇപ്പോഴും പേടിയൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോഴും താക്കത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ കൃത്യമായ മറുപടി പറയും. നിങ്ങൾ രണ്ടെണ്ണം വെച്ചാൽ അടുത്ത മൂന്നാമത്തെ ഞങ്ങളുണ്ടാകും പിന്നാലെ. നിങ്ങൾ പഠിച്ചോളി. പക്ഷെ ചില ആളുകൾക്കൊക്കെ പേടിയുണ്ടാകാം, അതിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട്, ഞങ്ങൾ കണ്ണെടുത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ആ പേടിയുള്ള ആളുകൾക്ക് ആദർശത്തിൽ പരാജയം പറ്റിയോണ്ടാണ്. ഞങ്ങൾക്ക് പേടിയില്ല അന്ന് പറഞ്ഞ അതേ ആദർശത്തിൽ ഞങ്ങൾ ഇന്ന് ഉറച്ചു നിൽക്കുകയാണ്. അവസ്ഥ എന്താണെന്നറിയോ? ഇന്നത്തെ അവസ്ഥ എന്താ? ഇവര് പറയാണ്, ഞങ്ങൾ ഇത്രയും കാലം മുശ്രിക്കാക്കി നടന്നതിന് ഈ മുജാഹിദ് ബാലുശ്ശേരിയും സക്കരിയ സൊലായിയും ഒക്കെയുള്ള ആളുകൾ ഞങ്ങളെ മുശ്രിക്കാക്കി നടന്നതിന് പടച്ചോൻ കൊടുത്ത ശിക്ഷയാണ്, തിരിച്ചവരെ മുശ്രിക്കാക്കി എന്ന്. അതിന് ഇപ്പൊ അവര് കരയാണ് എന്ന് പറഞ്ഞിട്ട് ക്ലിപ്പിടാ. ഞങ്ങൾ പറയണത് എന്തിനാണെന്നറിയോ? ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ശിർക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം പ്രമാണബദ്ധമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകളെ മുശ്രിക്കാക്കിയത് പ്രമാണമില്ലാതെയാണ്, പ്രമാണത്തിന്റെ പിൻബലമില്ലാതെയാണ്, ഇല്ലാത്ത വാദമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ഞങ്ങള് 8 നിലയിൽ പൊട്ടി എന്നൊക്കെ പറയാനും ഞങ്ങൾ പറയാറുള്ളത് 8 നിലയൊന്നുമല്ല, ഞങ്ങൾ തുടങ്ങിയത് മുതലേ പൊട്ടലാണ്. തുടങ്ങിയത് മുതലേ പൊട്ടിയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് മുതലേ പൊട്ടി തുടങ്ങിയതാ. അത് നിങ്ങൾ അറിഞ്ഞില്ല ശനിമാരെ? റസൂലുള്ളാഹിന്റെ വഫാത്തോട് കൂടിയതാ ഇസ്ലാമിൽ നിന്നൊരു വിഭാഗം പൊട്ടിത്തെറിച്ചു. അതാരാ? സക്കാത്ത് നിഷേധികൾ. അതിന്റെ അനുയായികൾ ഇപ്പോഴും ഉണ്ടല്ലോ. അതിനുശേഷം പിന്നീട് വേറൊരു വിഭാഗം പൊട്ടിത്തെറിച്ചു. അവരാരാ? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഹുക്മ് അല്ലാഹ്ക്ക് മാത്രമെന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം പൊട്ടിത്തെറിച്ചു. അങ്ങനെ തെറിച്ച് 73 തെറിക്കൽ ഉണ്ടാകുന്നു റസൂലുള്ളാഹി പറഞ്ഞതാണ്. ആ തെറിക്കൽ കൃത്യമായി തെറിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ അവാന്തര വിഭാഗങ്ങൾ അതിങ്ങനെ തെറിച്ചുകൊണ്ടേ. മുജാഹിദുകളുടെ തൗഹീദ് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾക്കിടയിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നടക്കുന്ന നുണ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് കേരളക്കരയിൽ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാഹി കേരളം നിങ്ങളുടെ മുന്നിൽ ശക്തമായ പടയണി തീർക്കുമെന്ന കാര്യം ഓർത്തോളൂ. നിങ്ങൾ പറ, നിങ്ങളെ
ഞങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ തിരുത്തിയെന്നോ? ഞങ്ങൾ തിരുത്തിയിട്ടില്ല. അന്ന് പറഞ്ഞ അതേ വാദത്തിലിന്നും കൃത്യമായി നിലനിൽക്കുന്ന മുജാഹിദുകൾ. ആരെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുജാഹിദുകളുടെ കേരളക്കരയിൽ പഠിപ്പിക്കപ്പെടുത്ത കൃത്യമായ ആദർശത്തിൽ നിന്ന് വ്യതിയാനം പറ്റിയെന്നല്ലാതെ മുജാഹിദുകൾക്ക് മാറ്റം പറ്റിയെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്ന കാര്യം കൃത്യമായി പഠിച്ചോളൂ. നിങ്ങൾ നമ്മളോട് പറയാണ് നമുക്ക് തൗഹീദ് പറയാൻ അധികാരമില്ലല്ലോ. കേട്ടോളി. അതാ ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങള് മൊയ്‌ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, ഞങ്ങള് ബദരീങ്ങളെ വിളിക്കുമ്പോ അത് ചോദ്യം ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് അധികാരമില്ല. പണ്ട് കേൾക്കുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളും ഞങ്ങളും ഒരു വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ശൈത്താന്മാരെ വിളിക്കുന്നു. കൊണ്ടുവാടോ തെളിവ്. ഞങ്ങൾ പിശാചിനെ വിളിക്കുന്ന ഒരു വാചകം തെളിവുദ്ധരിക്കാൻ കേരളക്കരയിൽ കാന്തപുരം മുതൽ ഇങ്ങോട്ട് താഴെയുള്ള അശ്വനി വരെയുള്ള ആളുകളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. സാധിക്കുമോ? കാരന്തൂരികളിൽ ഏതെങ്കിലും ഒരുത്തന് കൊണ്ടുവരട്ടെ. ഞങ്ങൾ പിശാചിനെ വിളിക്കുന്നവരാണെന്ന് തെളിവ് കൊണ്ടുവാ. വെറുതെ ബെടായി പൊട്ടിച്ച പോരാ. പിന്നെ മൂപ്പരെന്താ പറയുന്നറിയോ? അന്ന് ആദ്യം നിങ്ങൾക്ക് തൗഹീദ് പറയാൻ അധികാരം ഉണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ച്, കേരളത്തിൽ തൗഹീദ് പറയാനുള്ള അധികാരം അത് ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന്. താങ്ക്സ്, മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞ തൗഹീദ് അല്ലാന്ന് തെളിഞ്ഞില്ലേ? നിങ്ങൾ അന്ന് പറഞ്ഞതും ശിർക്ക് തന്നെ എന്നത് ഇപ്പൊ ബോധ്യപ്പെട്ടു. ഞങ്ങൾക്ക് തൗഹീദ് പറയാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് നൗഷാദ് അയാളുടെ വായ കൊണ്ട് തന്നെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ പിശാചിനെ വിളിക്കുന്നു. കൊണ്ടുവാങ്ങൾ തെളിവ്. ഒരു തെളിവ് കൊണ്ടുവന്നാ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇൻഷാ അല്ലാഹ് 10 മണിക്കുള്ളിൽ ഈ പരിപാടി തീരുന്നതിന് മുമ്പ് കൊണ്ടുവന്നാ മതി. ഞങ്ങൾ ഏതെങ്കിലും ഒരു പിശാചിനെ, ഇബ്ലീസേ രക്ഷിക്കണേ, അയാളാണല്ലോ ഈ പിശാചിന്റെ ഏറ്റവും മൂത്താള് ഇബ്ലീസാണല്ലോ. ഞങ്ങൾ പറയാൻ ഇബ്ലീസേ രക്ഷിക്കണേ, ഇബ്ലീസേ സഹായിക്കണേ, ഇബ്ലീസേ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് ഞങ്ങൾ പിശാചിനെ വിളിച്ചതായ ഒരു തെളിവിന്റെ കഷ്ണം കൊണ്ടുവരാൻ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വരാം. കൊണ്ടുവന്നാ ഇവിടെ കേൾപ്പിച്ചു കൊടുക്കുക. കണക്ട് ചെയ്ത് കൊടുക്കേ, കേൾക്കട്ടെ ലോകം ഞങ്ങൾ പറഞ്ഞത്. അല്ലാതെ ബെടായി പൊട്ടിച്ച് പോകേണ്ട മുസ്ലിയാക്കന്മാർ അത് പണ്ട്. ഇന്ന് ഞങ്ങൾ നിങ്ങളെ പിന്നാലുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ കൃത്യമായ മറുപടി ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഇല്ല, മുജാഹിദുകളിൽ ഒരാളും അങ്ങനെ ഒരാളെയും ഞങ്ങൾ വിളിക്കലില്ല. ഞങ്ങളിപ്പോഴും ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിളിക്കലുള്ളൂ. ഞങ്ങൾ പക്ഷേ അള്ളാഹുവിനോട് നിരന്തരമായി പറയും, പക്ഷേ പടച്ചോനെ പിശാചിന്റെ ഷർറിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. കാരണം പിശാച് അങ്ങനെ ഷർറുണ്ടാക്കുമെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ ഷർറിൽ നിന്ന് കാക്കണേ പടച്ചോനെ എന്ന് ഞങ്ങൾ ദ്വാരക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ദജ്ജാലുകളിൽ നിന്നും രക്ഷിക്കണേ നിങ്ങൾ പറയാറുണ്ട്. അത് ചെറിയ ദജ്ജാലുകളും വലിയ ദജ്ജാലും എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ നിങ്ങൾ. ഞങ്ങൾക്കൊരു പിശാചിനെയും വിളിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. ഞങ്ങളെപ്പോഴും അല്ലാഹ് എന്നല്ലാതെ ഒരു വിളി ഒരു മുജാഹിദിന്റെ നാവിൽ നിന്ന് വരില്ല. അങ്ങനെ വന്നു എന്ന് പറയുന്നവർ اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. കൈവായകൾ സീൽ ചെയ്ത്, കൈകൾ സംസാരിച്ച്, കാലുകൾ സാക്ഷി നിൽക്കുന്ന പരലോകത്ത് അവിടെ എത്തുമ്പോൾ കാണാം ഇൻഷാ അല്ലാഹ് യൗമ യഅല്ലു ളാലിമു അലാ യദൈഹി. അക്രമി വിരൽ കടിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഖുർആൻ. അതുകൊണ്ട് പേടിച്ചോളണം. ഈ മുജാഹിദുകൾക്കില്ലാത്ത വാദം മുജാഹിദുകളുടെ കൽത്തറയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന അഹ്സനിമാരും അല്ലാത്തവർമാരും എല്ലാവരും പഠിച്ചോളണം. ഇല്ല, ഇന്ന് വരെ മുജാഹിദുകൾ അല്ലാഹ് എന്നല്ലാതെ ഒരാളെയും ഇന്ന് വരെ വിളിച്ചു തേടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറയാല്ലേ, പണിക്കാരുടെ അടുത്തും ജോത്സ്യന്റെ അടുത്തും ഒക്കെ പോയിട്ട് എല്ലാ പിശാചിന്റെ പൂജകർമ്മങ്ങളും ചെയ്യിപ്പിക്കുന്ന കാരന്തൂരികൾ ഞങ്ങളെ കുറ്റം പറയാൻ വരുന്നു. മുജാഹിദുകളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ വാദം, യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കല്, അതെ അത് ശിർക്കൻ വിളിയാണെന്ന വിശ്വാസത്തിൽ ഞങ്ങൾക്ക് മാറ്റമില്ല. മമ്പറം തങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ആ വിളി ശിർക്കാണെന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഓ മലക്കേ രക്ഷിക്കണേ എന്ന വിളി ശിർക്കാണെന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതുപോലെ തന്നെ മീകായിൽ അലൈഹിസ്സലാമേ മഴ തരണേ എന്ന് വിളിച്ചു സഹായം തേടൽ ശിർക്കാണെന്നതിൽ സംശയമില്ല. അതിനാണ് നിങ്ങൾ തൗഹീദ് ആദ്യം പഠിക്കും മക്കളെ.
നിങ്ങൾ ആദ്യം മുതലൊന്ന് പഠിക്കീൻ. മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് കുത്തിയിരുന്നൊന്ന് പഠിക്കും. നിങ്ങള് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് വാലും പൊക്കി ചാടണ്ട. ആ വാലങ്ങി ഞങ്ങൾ മുറിച്ചു കളയും കേട്ടോ. ഞങ്ങൾക്ക് അതിലിപ്പോഴും പേടിയൊന്നുമില്ല. ഞങ്ങൾ ഇപ്പോഴും താക്കത്തിലാണ് നിൽക്കുന്നത്. പിന്നാലെ ഞങ്ങൾ വരുന്നൊന്നും മാറണം. ഞങ്ങൾക്ക് വല്ലാത്ത ബേജാറുണ്ട്. അപ്പോ നിങ്ങളെ അടിക്കുന്നത് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണെങ്കിൽ ആ പരിപ്പ് ഈ കലത്തി വേഗൂല മോനെ. നിങ്ങളെ അടിക്കേണ്ട അടി കൃത്യമായി ഞങ്ങൾ അടിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശപരമായ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ശക്തമായ താക്കീത് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. ശരിക്കും പഠിച്ചോ. ഞങ്ങൾക്ക് അതിലൊന്നും ബേജാറൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിൽ നിന്ന് അണുകിട മുജാഹിദുകൾ മാറിയിട്ടില്ല. അന്ന് പറഞ്ഞ തൗഹീദ് ഇന്നും പറയുകയാണ്. കൂടുതൽ ആഘോഷം എന്താ? മുജാഹിദ് ബാലുശ്ശേരി ആയത്ത് തെറ്റിച്ചു. മുജാഹിദ് ബാലുശ്ശേരി തെറ്റിച്ചു എന്ന് മാത്രമല്ല, ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല എന്ന് പറഞ്ഞു. നൗഷാദ് ഹസനി വല്ലാട്ട് ആഘോഷിച്ചതാണ്. എന്നാലേ അതേ നൗഷാദ് ഹസനിയുടെ വാദം മുമ്പ് മറുപടി പറഞ്ഞിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞതാണ്. മുജാഹിദ് ബാലുശ്ശേരി അവിടെ എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായി മറുപടി ഞങ്ങൾ പറഞ്ഞു നടന്നു. പക്ഷെ ഇപ്പോൾ ആ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ചില ആളുകൾ നൗഷാദ് ഹസനിയുടെ അതേ വാദത്തിലേക്ക് മടങ്ങിപ്പോയത് ദുഃഖകരമായ അവസ്ഥയാണ്. പക്ഷെ എങ്കിലും അവർ പറഞ്ഞ വാചകങ്ങൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അന്ന് നൗഷാദ് ഹസനിക്ക് എന്ത് മറുപടിയാണോ ഞങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്നത് അതേ മറുപടി തന്നെയാണ് ഇന്നും കൊടുക്കാനുള്ളത്. അതോടൊപ്പം തന്നെ അന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ളത് എന്തായിരുന്നോ അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞെങ്കിൽ അതിന്റെ ആശയം എന്തായിരുന്നു, എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ? അതാ മുമ്പൊരിക്കൽ ഈ വിഷയം വിശദീകരിച്ച ഒരാള് അത് വിശദീകരിക്കുന്നത് കേട്ടോളൂ. ഇവിടെ കൊണ്ടുവന്നൊരു പുതിയ വിവാദം ഉണ്ടാക്കി. അഥവാ ഖുർആനിലുള്ള ഒരായത്ത് ഖുർആനില്ല എന്ന് പറഞ്ഞു. ഖുർആനിലുള്ള ഒരായത്ത് ഖുർആനില്ല എന്ന് പ്രസംഗിച്ചു എന്ന രൂപത്തിലാണ് മാന്യസഹോദരങ്ങളെ ഇവിടെ പ്രസംഗിച്ചത്. എന്നിട്ട് ഖുർആൻ ഉണ്ട് എന്ന് പറയുക ഊത വലു അന്നഹും എന്നൊരായത്ത് ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് സമയം കിട്ടില്ല. നിങ്ങൾ അതിന്റെ അവസാന ഭാഗം ആ CD-യുടെ അവസാനം 52 അറബ് രാജ്യങ്ങളിലെടുത്ത് കോടിക്കണക്കിന് 290 കോടി കൊണ്ടാണ് അത്രേ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ലോകാടിസ്ഥാനത്തിൽ. ഈ മുസ്ലിങ്ങളിൽ കൂടി ജിദ്ദ എയർപോർട്ടിലെത്തിയുള്ള സ്ഥിതി എന്താ? അപ്പൊ ചോദിക്കുകയാണ് എയർപോർട്ടിലേക്ക് പേരോടിയ പ്രസംഗം കേട്ടിട്ട് ലോക മുസ്ലിമീങ്ങളൊക്കെ ജിദ്ദ എയർപോർട്ടിലേക്ക്. അപ്പൊ ആളുകൾ ചോദിച്ചെന്താ? ഒന്നുമില്ല, ഞങ്ങളൊക്കെ ചെറിയ ചെറിയ പാവങ്ങൾ ചെയ്യുന്നവരാ. ഞങ്ങളെ പാവം കൊടുത്തിരുന്നെങ്കിൽ മദീനത്തിൽ നബിയുടെ കബറിടത്തിൽ ചെല്ലാൻ അങ്ങനെ പറഞ്ഞു നബീന്റെ അടുത്ത് ചെല്ലാൻ, അതുകൊണ്ട് അവിടെ ചെല്ലണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല നിങ്ങളെല്ലാവരും ചെല്ലല. ലോകത്തിലെ ഏറ്റവും വലിയ പാവി ഈ സഖാഫിമാരാണ്. നിങ്ങൾ ചെല്ലല. നിങ്ങൾക്ക് നല്ലത് എന്റെ പൊന്നു ചെങ്ങൈമാരെ, ലോകത്ത് തെറ്റ് ചെയ്തോലൊക്കെ റസൂലുള്ളാഹിന്റെ കബറിടത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞാൽ എന്തൊരു അപ്രായോഗികമാണ്. സമസ്തയെപ്പറ്റി ഉടുകുണിക്കും അർജുനില്ലാത്ത സാധുക്കളെ ജിദ്ദയിലെ ഓരോ ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് ജിദ്ദയിൽ ചെന്നു മദീനത്തെന്ന് പറഞ്ഞു. ഈ പ്രസംഗത്തിലാണ് മനസ്സിൽ ആ ഭാഗമുള്ളത്. ഏത് വലവന്നഹും എന്ന ഒരു ആയത്തിനില്ല. ആ പ്രസംഗം കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ടാണ് ആ സ്റ്റാളിൽ നിന്നാണ് ആ CD സംഭവിക്കുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള ആ സ്റ്റാളിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ CD, ഈ CD-യിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവർ ദുർവ്യാഖ്യാനിക്കുന്നൊരായത് വലു അന്നഹും ഇല്ലമോ അംബുഹും ദാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്നൊരായത്തിനെ അവർ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. ആ ആയത്തിനെ സൂചിപ്പിച്ചിട്ട് മുജാഹിദ് ബാലുശ്ശേരി വലു അന്നഹും എന്നൊരായത്ത് ഇവര് ഒരു മുസ്ലിനോട് ചോദിച്ച് അങ്ങനെ ഒരു ആയത്ത് അത് ഖുർആനില്ല, അങ്ങനെ തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനില്ല. ഇതാ അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ആ തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. വലു അന്നഹും തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു സ്ഥലത്ത് സ്ഥാപിച്ചത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ആയത്തില്ല. സത്യ വലു അന്നഹും തുടങ്ങുന്ന ഒരു ആയത്തില്ല. അത് ആയത്തിന്റെ പാതി ഭാഗം. മനസ്സിലായോ? അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ പോയി കേട്ടോ ഈ നാട്ടുകാര്.
അങ്ങനെ വരവന്നതെന്ന് തുടങ്ങുന്ന ആയത്തില്ല. പിന്നെ എങ്ങനെയുള്ളത് ഉള്ളതെങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ആയത്തേത് എന്നിവരെ ഓതിക്കേൽപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. വലവന്നഹും ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുക. ഏതായത്തിനെ കുറിച്ചാണ് മുജാഹിദ് ബാലുശ്ശേരി ഉദ്ദേശിച്ചത്? അത് അദ്ദേഹം തന്നെ അതേ കാസറ്റിൽ ഓടിത്തെറിഞ്ഞു. അതിന് മുമ്പുള്ള ആയത്ത് എന്താണ് എന്ന് അദ്ദേഹം തന്നെ ഓടിത്തെറിഞ്ഞു അല്ലേ മാന്യ സഹോദരങ്ങളെ? എന്നാൽ അത് കേൾപ്പിക്കാതെ ഇവരിങ്ങനെ വിശുദ്ധ ഖുർആന്റെ വേറെ കുറെ ആയത്തുകൾ എടുത്തു നോക്കുകയാണ്. മൗലവി ഉണ്ട് വലവന്നഹും ആമനൂ വത്തഖൂ വസൂബത്തൻ മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ എന്ന് സൂറത്തുൽ ബഖറയിലെ 103-ാമത്തെ ആയത്തിലുണ്ട്. അതുപോലെ സൂറത്തുൽ ഹുജറാത്തിന്റെ 5-ാമത്തെ ആയത്തിൽ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ആയത്തുണ്ട്. പിന്നെയോ വീണ്ടും ഓതുകയാണ്. എത്രയോ വിത്തരായും അതേ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ തൗബയുടെ 59-ാമത്തെ ആയത്തിൽ വലൗ അന്നഹും റളൂ മാ ആതാഹുല്ലാഹു വറസൂലുഹു എന്നുണ്ട്. എന്ത് ചെയ്യാൻ? ഇതെന്താ പറയാ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അദ്ദേഹം പറഞ്ഞ വിഷയം എന്താണെന്ന് അനസ് മൗലവി തന്നെ മുമ്പ് വിശദീകരിച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ അദ്ദേഹവും മറ്റ് മറുപക്ഷത്തേക്ക് മാറിയിട്ട് മുജാഹിദ് ബാലുശ്ശേരിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അന്ന് അദ്ദേഹം വിശദീകരിച്ച വിശദീകരണം വിഴുങ്ങുകയാണോ എന്ന് സംശയിക്കുകയാണ്. വിളിക്കുന്നു, ഞാനതാ പറഞ്ഞത്, ഇത് വെറുതെ വർത്താനല്ല. കാരന്തൂരി മുസ്ലിയാക്കന്മാരിൽ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന പരിസരത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് തെളിയിക്കട്ടെ. ആരാണ്? സക്കരിയ സ്വലാഹിയാണ് വെട്ടിത്തിരുത്തിയത് എന്ന് തെളിയിക്കാൻ ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഈ പരിസരത്തുണ്ടെങ്കിൽ അവർക്ക് വരാം. സക്കരിയ സ്വലാഹി തിരുത്തിയ വാചകം ഒന്ന് പറയാം. ധൈര്യം ഉണ്ടാവില്ല. എന്നാലേ കേട്ടോളൂ, ഞങ്ങളത് തിരുത്തിയത് സക്കരിയ സ്വലാഹി തിരുത്തിയിട്ടില്ല. സക്കരിയ സ്വലാഹി അത് വെട്ടിത്തിരുത്തിയിട്ടില്ല. മുജാഹിദുകളുടെ തൗഹീദ് എന്താണെന്നും ഞങ്ങളുടെ വിശ്വാസം എന്താണെന്നും ഞങ്ങളുടെ വർത്തമാനം എന്താണെന്നും നിങ്ങൾ പഠിക്കാത്തതിന്റെ കുഴപ്പമാണത്. നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങളെ തുടർന്ന് ചില ആളുകൾക്കും ചില അബദ്ധങ്ങൾ പറ്റിപ്പോയതാണ്. എന്നാ കേട്ടോ, ഇതാ എന്റെ കയ്യിൽ അമാനി മൗലവിയുടെ തഫ്സീർ. ആരാ അമാനി മൗലവി റഹിമഹുല്ലാ? നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിൽ ഏറ്റവും സുന്ദരമായൊരു പരിഭാഷ, അതിന്റെ വ്യാഖ്യാന സഹിതം പുറത്തിറങ്ങിയത്, ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അത് ഇറങ്ങിയത് അമാനി മൗലവിയുടെ തഫ്സീറാണ്. ഇന്നുമുണ്ട് ആ തഫ്സീർ. ആ തഫ്സീർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ആ തഫ്സീറിന്റെ 1-ാം വാള്യത്തിന്റെ 112, 113 പേജുകൾ പരിശോധിക്കൂ. വീട്ടിലുള്ളവർ പരിശോധിക്കട്ടെ. പ്രിയപ്പെട്ട മുജാഹിദുകളോട് ഞാൻ പറയുകയാണ്, ഇത് കൃത്യമായി നിങ്ങൾ പരിശോധിക്കണം. കാരണം തെറ്റിദ്ധരിപ്പിക്കാനും കുത്തുവാക്ക് പറയാനും ആളുകൾക്കിടയിൽ തെറ്റുധാരണയും ആരോപണങ്ങളും ഉന്നയിക്കാൻ കടന്നു വരുന്ന ആളുകൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. അതാ അതിൽ കാണാം. എന്തേ തിരുത്തിയത്? മനുഷ്യ കഴിവിനതീതമായത് ചോദിക്കലാണ് പ്രാർത്ഥന എന്നത് മാറ്റിയിട്ട് സൃഷ്ടികളുടെ കഴിവിനതീതമായത് ചോദിക്കലാണ് എന്ന് തിരുത്തി എന്നല്ലേ? ഇതല്ലേ ഞങ്ങളുടെ തൗഹീദ് മാറിയെന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? ഇതല്ലേ ഞങ്ങൾ തൗഹീദ് എന്ന് മാറിപ്പോയി എന്ന് പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? എന്നാൽ കേട്ടോളൂ, അമാനി മൗലവി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. ചുരുക്കിൽ പറഞ്ഞാൽ, ഏതൊരു നിസാര കാര്യത്തിലും അതിനുള്ള എല്ലാ സാഹചര്യവും ചുറ്റുപാടും അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിങ്കൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ഏതിന്റെ വ്യാഖ്യാനം എന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥം അത് വിശദീകരിക്കുമ്പോഴാണ് മമാനി മൗലവി റഹിമഹുല്ല പറയുന്നത് അതേ പ്രാർത്ഥനയാകുന്ന സഹായത്തേട്ടം എന്താ? അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിങ്കൽ നിന്ന് അദൃശ്യമായി അഥവാ അഭൗതികമായ മാർഗത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നതും. അദൃശ്യമായ കഴിവ് അള്ളാഹുവിനെ മാത്രമാകൊണ്ട് മറ്റാരോടും അതിനപേക്ഷിക്കുന്നത് വ്യർത്ഥമായിരിക്കുമെന്ന് മാത്രമല്ല, അത് തനിശിർക്കും കൂടിയാണ് താനും. കണ്ടോ, ഒരു കാര്യം കൂടി പഠിച്ചോ. അദൃശ്യമായ രൂപത്തിൽ അതേ അദൃശ്യമായ കഴിവ്, അഭൗതികമായ കഴിവ് അത് അല്ലാഹുവിന് മാത്രമേയുള്ളൂ കേട്ടോ. അഭൗതികമായ കഴിവ് അത് ഒരു സൃഷ്ടിക്കും അല്ല കൊടുത്തിട്ടില്ല. അത് മലക്കിനുമില്ല, ജിന്നിനുമില്ല, ഒരൊറ്റ സൃഷ്ടിക്കുമില്ല. അഭൗതികമായ കഴിവ് അല്ലാഹ്ക്ക് മാത്രമേയുള്ളൂ കേട്ടോ. അമാനിമൂല എഴുതിയതാണ്. ധൈര്യണ്ടോ മുസ്ലിയാക്കന്മാരെ? സക്കരിയ സ്വലാഹി തിരുത്തിയല്ലേ? നോണ പറയുമ്പോ സൂക്ഷിക്കേണ്ട മുസ്ലിയാക്കന്മാരെ നിങ്ങള്. ഇനി കേട്ടോ, നിങ്ങളെപ്പോലത്തെ ഒരു മുസ്ലിയാർക്ക് അയാളുടെ അന്തം കെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി എഴുതി സക്കരിയ സ്വലാഹി എന്ന് അമ്പലക്കട ഉപൈസിയുടെ അന്തം കെട്ട ചോദ്യങ്ങൾ. ആ ചോദ്യത്തിന് മറുപടി എഴുതുമ്പോ ഈ വിഷയത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട്. മുജാഹിദുകൾ നിർവചനം മാറ്റിയോ, മുജാഹിദുകൾ നിർവചനം മാറ്റിയോ എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഓരോ വിഷയങ്ങൾ വിശദീകരിച്ചിട്ട് പറയാണ്. അതേ അത്തൗഹീദ് മാസിക, അത്തൗഹീദ് മാസികയിൽ തന്നെ വളരെ വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് കുറേ മുമ്പ്, ഇന്നല്ല, ഇന്നലെയല്ല, സക്കരിയ സ്വലാഹി ജനിക്കുന്നതിന് മുമ്പ് തന്നെ, സക്കരിയ സ്വലാഹി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതാ അത്തൗഹീദ് മാസികയിൽ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ സൃഷ്ടികളോട് അവർക്ക് കഴിവുള്ള സംഗതികൾ സഹായത്തിന് അപേക്ഷിക്കാമെന്നതിനെ ആരും തന്നെ അത് എതിർക്കുന്നില്ല. സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്ത സംഗതികൾ സൃഷ്ടികളോട് അപേക്ഷിക്കുന്നത് ആ സൃഷ്ടിയിൽ സ്രഷ്ടാവിന്റെ ഗുണം സിഫത്ത് ഉണ്ടെന്ന് സങ്കല്പിക്കുകയാകുന്നു. മനുഷ്യ കഴിവെന്ന് വെട്ടിത്തിരുത്തിയോ? പറയണം മുസ്ലിയാക്കന്മാരെ. നിങ്ങള് നോണ സമുദായത്തിന്റെ മുന്നിൽ വന്ന് പറഞ്ഞ് മുജാഹിദുകൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ കാണിച്ച ആർജവമുണ്ടല്ലോ, അതില്ല എന്ന് പറയാൻ കൂടി കാണിച്ചോളൂ നിങ്ങൾ. കണ്ടോ, കൃത്യമായി എഴുതി വെക്കുകയാണ് അത്തൗഹീദ് മാസിക. കഴിഞ്ഞില്ല, ഇനിയും നിങ്ങൾക്ക് കാണാം. ഓരോന്നിലും നിങ്ങൾക്ക് കാണാം. 950 പരപ്പരങ്ങാടി സംവാദ വ്യവസ്ഥയിൽ അതാ അന്ന് മുജാഹിദുകളും സമസ്തക്കാരും തമ്മിലുള്ള സംവാദ വ്യവസ്ഥ, ആ സംവാദ വ്യവസ്ഥയിൽ ഞങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുത്ത വിഷയം കാണാം നിങ്ങൾക്ക്. എന്തിനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? പടപ്പുകളുടെ കഴിവിൽപ്പെടാത്തതും പടച്ചവന്റെ കഴിവിൽ മാത്രമിരിക്കുന്നതുമായ കാര്യങ്ങളെ പടപ്പുകളോട് ചോദിക്കൽ, പടപ്പുകൾ ആരായാലും ശരി, അത് ശിർക്കാണെന്നും ആ പ്രാർത്ഥന ഇബാദത്താണെന്നും ഖുർആൻ തെളിയിക്കുന്നത് കാണുക. അപ്പൊ മനുഷ്യ കഴിവെന്ന് വെട്ടി സക്കരിയ സ്വലാഹി എന്നോ ശുദ്ധ നുണ പരസ്യമായി പറയുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങൾക്ക് ഈ മതം പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ പേരിൽ, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരിൽ നുണ പറയുന്നയാള്, റസൂലുള്ളാഹിന്റെ പേരിൽ നുണ പറയുന്ന ആളുകൾ. ആലോചിച്ച് നോക്ക. കഴിഞ്ഞോ? ഇല്ല, ഇനിയും കാണിച്ചു തരാം. ഇതേതാ KM മൗലവിയാണ്. KM മൗലവി റഹിമഹുല്ലാ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രസിഡന്റ്. അദ്ദേഹം 1886 ജനിച്ച് 1964 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണാം. സാധാരണയായി സൃഷ്ടികളുടെ കൈയാൽ നടന്നു വരാറുള്ള കാര്യങ്ങളെ കൊണ്ട് സഹായിച്ചു രക്ഷപ്പെടുത്തുവാൻ എന്ന് വെച്ചാൽ സാധാരണമായ കാര്യകാരണ ബന്ധമനുസരിച്ച് പടപ്പുകൾക്ക് കഴിവുള്ള വഴികളാൽ സഹായിച്ചു രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുക എന്ന സാധാരണ നടക്കുന്ന വിഷയം പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് പറയാൻ, ഇவ்விதം കാര്യങ്ങൾക്ക് പുറമെയുള്ള വിഷയങ്ങളിൽ പാപങ്ങൾ പൊറുക്കുക, ചൊവ്വായ വഴിയിലേക്ക് ചേർത്തു തരിക, ഹിദായത്ത് നൽകുക, മഴയെ
മഴയെ ഇറക്കുക, ദീനങ്ങൾ ശിഫയാക്കുക, ആപത്തുകളെയും ബലാവുകളെയും തട്ടിക്കളയുക, അവയെ നീക്കി രക്ഷപ്പെടുത്തുക, ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് സഹായിക്കുക. ആദിയായി അള്ളാഹുവിന് മാത്രം ശക്തിയുള്ള, അവന്റെ ഖജാനകളിൽ മാത്രമുള്ള വിഷയങ്ങളിൽ സാധാരണയിൽ സൃഷ്ടികളുടെ കൈയാൽ നടന്നു വരാറില്ലാത്ത വഴികളാൽ എന്ന് വെച്ചാൽ ഗൈബിയായ മാർഗങ്ങളിൽ കൂടി സഹായിച്ചു രക്ഷപ്പെടുത്തുവാൻ അപേക്ഷിക്കുക. ഇவ்விதം ഇസ്തിഗാസ അല്ലാഹുവോടല്ലാതെ ചെയ്യാൻ പാടില്ല എന്നും എല്ലാവരും സമ്മതിക്കും. 964 ലോകത്തോട് വിട പറഞ്ഞ KM മൗലവി റഹിമഹുല്ല വളരെ വ്യക്തമായും രേഖപ്പെടുത്തിയ വാചകം അദ്ദേഹത്തിന്റെ KM മൗലവി ഫത്വകൾ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നുണ പറയുന്ന അശ്വനി മുജാഹിദുകളുടെ തൗഹീദ് തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകൾക്കിടയിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നടക്കുന്ന നുണ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് കേരളക്കരയിൽ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാഹി കേരളം നിങ്ങളുടെ മുന്നിൽ ശക്തമായ പടയണി തീർക്കുമെന്ന കാര്യം ഓർത്തോളൂ. നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ തിരുത്തിയെന്നോ? ഞങ്ങൾ തിരുത്തിയിട്ടില്ല. അന്ന് പറഞ്ഞ അതേ വാദത്തിൽ ഇന്നും കൃത്യമായി നിലനിൽക്കുന്ന മുജാഹിദുകൾ. ആരെങ്കിലും തിരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുജാഹിദുകളുടെ കേരളക്കരയിൽ പഠിപ്പിക്കപ്പെടുത്ത കൃത്യമായ ആദർശത്തിൽ നിന്ന് വ്യതിയാനം പറ്റിയെന്നല്ലാതെ മുജാഹിദുകൾക്ക് മാറ്റം പറ്റിയെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്ന കാര്യം കൃത്യമായി പഠിച്ചോളൂ നിങ്ങൾ.